എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നൂഡിൽസിൻ്റെ കറി ഫ്ലേവറാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളൊരു 3 പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കിത് പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളതിൻ്റെയൊക്കെ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ 3 നൂഡിൽസിൻ്റെയും ഫ്ലേവറുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ 2 ഫ്ലേവർ നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ ഫ്ലേവറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. സിമ്പിളായിട്ട് എങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് തിളപ്പിച്ച് വയ്ക്കാം. അതിനുശേഷം ഇത് അടച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്കിതിൽ കൂടുതലായിട്ട് സോസോ അല്ലെങ്കിൽ സോയാ സോസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ചെറിയ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ നൂഡിൽസിൻ്റെ വെള്ളമൊക്കെ ഇത് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം, ഒന്ന് അടച്ച് വെച്ചേക്കണം. നമ്മൾ അടുത്തായിട്ട് കുറച്ച് സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് നമ്മുടെ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അല്പം ഉപ്പ് കൂടിയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് വാട്ടിയെടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളെന്തായാലും അല്പം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ കഴിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് നോർമലി എരിവ് കുറവിലുണ്ടാക്കാം. എന്തായാലും ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നേരത്തെ നമ്മുടെ ഒരു എസൻസ് അതിൻ്റെ ഒരു ഫ്ലേവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ സമയത്തൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് മിക്സ് ആയതിനു ശേഷം നമ്മളതിലേക്ക് 3 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം, നന്നായി ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ട് എടുക്കാം. നമ്മുടെ എഗ്ഗൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ മുട്ട ബുർജി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതൊന്ന് ഇതേപോലെ ആക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നു. സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അധികം സോയാ സോസോ അല്ലെങ്കിൽ സോസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബാച്ചിലേഴ്സ് റൂമിലൊക്കെ ഇത് സർവ്വസാധാരണമാണ്. എല്ലാവരും ഇതേപോലത്തൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ റൂമിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഏതായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. അപ്പോൾ ഞായറാഴ്ചയായിട്ട് കട്ടൻ ചായയും അതുപോലെ തന്നെ നൂഡിൽസാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. താങ്ക് യു.